അടുത്ത കേരള മുഖ്യമന്ത്രി നടൻ ദേവന്റെ കണക്കുകൂട്ടലുകൾ ഇങ്ങനെ. നടൻ ദേവന് എന്തു പറ്റിയെന്നാണ് മലയാളികൾ പരസ്പരം ചോദിക്കുന്നത്. അദ്ദേഹത്തിന് ഒപ്പം കരിയറിൽ വളർന്നു വന്നവരാണ് മമ്മൂട്ടിയും മോഹൻലാലും. പക്ഷേ ദേവന് ഏതാണ്ട് 2000 ആ ഒരു കാലഘട്ടത്തോടു കൂടി അദ്ദേഹത്തിന്റെ കരിയറിൽ എന്താണ് സംഭവിച്ചത് എന്ന് അദ്ദേഹത്തിന് മാത്രമേ അറിയുകയുള്ളൂ. കരിയർ നശിപ്പിച്ച ഒരു നടൻ എന്ന നിലയിൽ ദേവൻ വിലയിരുത്തപ്പെടുന്നുണ്ട്. സുരേഷ് ഗോപിയെയും അങ്ങനെ തന്നെ വിശേഷിപ്പിക്കുന്നുണ്ട്. കാരണം ഈ രണ്ടുപേരും മലയാള സിനിമയിൽ മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒപ്പം വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് സൂപ്പർ സ്റ്റാർഡമിലേക്ക് ഉയർന്നു വരേണ്ട നടന്മാരായിരുന്നു. അങ്ങനെ ഇവർ ഉയർന്നു വന്നിട്ടുമുണ്ട് ഒരു കാലഘട്ടത്തിൽ. അവിടെ നിന്ന് ഈ രണ്ടുപേരും വഴിമാറി രാഷ്ട്രീയത്തിലേക്ക് വന്നതോടുകൂടി രണ്ടുപേരുടെയും ഈ താരപ്പൊലിമ നശിച്ചു പോവുകയും അവർ വെറും രാഷ്ട്രീയ ഉപകരണങ്ങളായി മാറുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ദേവൻ ചില കണക്കുകൾ പറയുന്നു. നമുക്കറിയാമല്ലോ, ഒരാൾ രാഷ്ട്രീയത്തിൽ വരുന്നതും രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതും എന്തിനാണ്? അധികാരത്തിന് വേണ്ടി മാത്രമാണ്. ബാക്കി എന്തെല്ലാം ന്യായങ്ങൾ പറഞ്ഞാലും അധികാരമാണ് ആത്യന്തികമായി ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേരുന്നവരുടെ ലക്ഷ്യം. അത് പാർട്ടിയിലെ സ്ഥാനമായാലും പാർലമെന്ററി പാർട്ടിയിലെ സ്ഥാനമായാലും അതേപോലെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന സ്ഥാനമായാലും എന്ത് തന്നെയായാലും ഏത് തരത്തിലെ ആയാലും അധികാരമാണ് ആത്യന്തികമായി ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ പ്രചോദന ഘടകം. അപ്പോൾ അതുകൊണ്ട് തന്നെ ദേവൻ കേരളത്തിലെ അടുത്ത മുഖ്യമന്ത്രിയാകുമോ എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ചോദ്യം. അദ്ദേഹം ഇപ്പോൾ ഔദ്യോഗികമായി വിജയുടെ പാർട്ടിയായ തമിഴക വെട്രി ഘടകത്തിൽ TVKയിൽ ചേർന്നിട്ടില്ല. പക്ഷേ ദേവന് വിജയ് കൊടുത്തിരിക്കുന്ന ഉറപ്പ് എന്ന് പറയുന്നത് TVKയുടെ കേരളത്തിന്റെ സംസ്ഥാന അധ്യക്ഷനാക്കാമെന്നാണ്. അപ്പോൾ ഔദ്യോഗികമായിട്ടുള്ള അങ്ങനെ ഒരു ചർച്ചയോ ഒന്നും നടന്നിട്ടില്ല. നടക്കാൻ പോകുന്നത് അടുത്ത മാസമാണ്. വിജയെ നേരിൽ കണ്ട് ഇതിന്റെ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്നാണ് ദേവൻ ഇപ്പോൾ പറയുന്നത്. ഇനി എന്താണ് ദേവന്റെ കണക്കുകൂട്ടലുകൾ? ഏതെല്ലാം വോട്ട് ബാങ്കുകളാണ് തനിക്ക് ലഭിക്കുന്നത് എന്നാണ് ദേവൻ വിശദീകരിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, എനിക്കും വിജയ്ക്കും തമ്മിൽ ചില സാമ്യതകളുണ്ട്. താൻ ആഗ്രഹിച്ച രാഷ്ട്രീയം തന്നെയാണ് വിജയ് ഉയർത്തിപ്പിടിക്കുന്നത്. കാരണം ഇവിടുത്തെ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളുടെ മടിപ്പിക്കുന്ന പരമ്പരാഗതമായി നിലനിൽക്കുന്ന സമരമുറകളും അതേപോലെ അവരുടെ നിലപാടുകളും മൂലം കേരളീയരാകെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെ വെറുത്തിരിക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് തമിഴ്നാട്ടിലും സംഭവിച്ചിരിക്കുന്നത് എന്നാണ് ദേവന്റെ വിലയിരുത്തൽ. മാത്രമല്ല, വിജയെ അദ്ദേഹം വലിയ ഒരു രാഷ്ട്രീയ നേതാവായി ഉയർന്നു വരും എന്ന രീതിയിൽ തന്നെയാണ് വിലയിരുത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്ന ഒരു കാര്യം, വിജയുമായി അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. വിജയുടെ സിനിമയിൽ വിജയുടെ വില്ലനായി തിളങ്ങി നിന്നിട്ടുണ്ട്. ആ സമയത്തൊക്കെ വിജയ് ഒരു വിസിൽ ഊതുമായിരുന്നു. ആ വിസിൽ ഊതുമ്പോഴാണ് വിജയുടെ അസിസ്റ്റന്റുമാർ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് വരുന്നത്. എന്താണ് വേണ്ടത്? ഭക്ഷണമാണോ, വെള്ളമാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഈ വിസിലടി ശബ്ദം കേൾക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റുമാർ വന്നുകൂടും. പിന്നീട് വിജയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായി മാറിയതും വിസിലാണ്. അപ്പോൾ വിജയ് അന്ന് തന്നെ ഈ വിസിലിനെ ഇഷ്ടപ്പെട്ട ഒരാളാണ്. ദേവൻ പറയുന്നത്, വിജയ് ഉയർത്തിപ്പിടിക്കുന്ന പുതിയ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ തന്നെയാണ് തൻ്റെതും. അന്ന് തന്നെ താൻ രൂപീകരിച്ച കേരള പീപ്പിൾസ് പാർട്ടി രൂപീകരിക്കുന്നത് 2004 ദേവൻ സ്വന്തമായി ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നത്. അപ്പോൾ ആ പാർട്ടി രൂപീകരിച്ചപ്പോഴും വിജയ് എന്താണോ മനസ്സിൽ കരുതിയിരുന്നത്, പുതിയൊരു രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുക, ആ രാഷ്ട്രീയം തന്നെയാണ് ഞാനും മുന്നോട്ട് വയ്ക്കാൻ ഉദ്ദേശിച്ചത് കേരള പീപ്പിൾസ് പാർട്ടിയിലൂടെ എന്നാണ് ദേവൻ പറയുന്നത്. പിന്നീട് കേരള പീപ്പിൾസ് പാർട്ടി 2021 BJPയിൽ ലയിക്കുന്നതും അമിത്ഷായെ പോയി ദേവൻ കാണുന്നതും BJPയുടെ സംസ്ഥാന നേതാവായി ദേവനെ അവരോധിക്കുന്നതും ഒക്കെ കണ്ടതാണ്. പിന്നീടാണ് അദ്ദേഹം കണിച്ചുകുളങ്ങരയിൽ വെച്ചിട്ട് BJP കൊള്ളില്ല, SNDPയുടെ ആദർശം ഉൾക്കൊള്ളുന്ന ഒരു പാർട്ടി രൂപീകരിക്കുന്നതൊക്കെ അവിടെ പ്രഖ്യാപിച്ചത്. BJPയെ തള്ളിപ്പറഞ്ഞു അദ്ദേഹം. ഇപ്പോഴും BJPയെ തള്ളിപ്പറയുകയാണ്. ഇനി എവിടെയാണ് ദേവൻ പറയുന്ന ഈ വോട്ട് ബാങ്ക് ഉള്ളത്? ആ വോട്ട് ബാങ്ക് എന്താണ് നമുക്ക് പരിശോധിക്കാം. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, കഴിഞ്ഞ 30 വർഷത്തെ കേരളത്തിലെ വോട്ടിംഗ് പാറ്റേൺ എടുത്ത് അദ്ദേഹം പരിശോധിച്ചു പോലും. ആ 30 വർഷത്തെ വോട്ടിംഗ് പാറ്റേണിൽ ഏതാണ്ട് 62 മുതൽ 72% വരെ പോളിംഗ് നടക്കുന്നുള്ളൂ, വോട്ടിംഗ് നടക്കുന്നുള്ളൂ. ബാക്കി വരുന്ന 28% പേർ കേരളത്തിൽ വോട്ട് ചെയ്യുന്നവരല്ല.
അതിലെ 5% പേരെ മാറ്റി നിർത്തുക. അവർ പ്രവാസികളായിരിക്കാം, അല്ലെങ്കിൽ വോട്ട് ചെയ്യാതെ വിമുഖത കാണിച്ച് വേറെ എന്തെങ്കിലും അവരുടെ സ്വന്തമായ തിരക്കുകളിൽ പെട്ടു പോകുന്ന, യാദർച്ഛികമായി വോട്ട് ചെയ്യാൻ കഴിയാതെ പോകുന്നവരാണ് ഈ 5% പേർ. 28-ൽ നിന്ന് 5 കുറച്ചാൽ കിട്ടുന്നത് എത്രയാണ്? 23%. അങ്ങനെ കേരളത്തിൽ 23% പേർ വോട്ട് ചെയ്യുന്നില്ല. ദേവൻ പറയുന്നത് CPM അടക്കമുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിടിക്കുന്നത് 19, 20, 21% വോട്ടുകളാണ്. UDF പിടിക്കുന്നത് അതിൽ താഴെയാണ്, കോൺഗ്രസ് പിടിക്കുന്നത്. അപ്പോൾ ഈ 28%-ൽ നിന്ന് 5 പോയി കഴിഞ്ഞാൽ 23% പേർ കേരളത്തിൽ വോട്ട് ചെയ്യുന്നില്ല. അവിടെയാണ് തൻ്റെ പ്രതീക്ഷ. ഈ 23%-ത്തെ തൻ്റെ പാർട്ടിയിലേക്ക് ആകർഷിച്ചു കഴിഞ്ഞാൽ തനിക്ക് തൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം നിറവേറ്റുമെന്നാണ് അദ്ദേഹത്തിൻ്റെ കണക്കുകൂട്ടൽ. ഇവിടെ വളരെ ഹൈലി പൊളിറ്റിസൈസ്ഡ് ആയിട്ടുള്ള ഒരു സമൂഹമുള്ള കേരളത്തിൽ, എസ്പെഷ്യലി ഒരു സിനിമാ നടൻ വന്നിട്ട് ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കി കഴിഞ്ഞാൽ യാതൊരു സപ്പോർട്ടും അവന് കിട്ടാൻ സാധ്യതയില്ല എന്നവർ പറഞ്ഞു. അത് ശരിയാവുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ അവർ പോയിൻ്റ് ഔട്ട് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ സ്പേസ് ഇല്ല എന്നാണ്. ഇവിടെ വേറൊരു പൊളിറ്റിക്കൽ കൾച്ചറിനോ പൊളിറ്റിക്കൽ പാർട്ടിക്കോ സ്പേസ് ഇല്ല എന്നുള്ളതാണ് അവരുടെ ആശയം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൻ്റെ സ്പേസ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ഇപ്പോൾ എന്താ സ്പേസ് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കഴിഞ്ഞ 30 വർഷത്തെ ഈ ഇലക്ഷൻ വോട്ടിംഗ് പാറ്റേൺ നമ്മൾ നോക്കിയാൽ അതിൽ കാണാൻ പറ്റുന്നത് 62% മുതൽ 72% മാത്രമേ പോൾ ചെയ്യപ്പെടുന്നുള്ളൂ. ഞാൻ അവരോട് ചോദിച്ചു, ഇതിന് ശേഷമുള്ള ഏതാണ്ട് 28% വോട്ടേഴ്സ് എവിടെ പോയി എന്ന് ചോദിച്ചു. അതിൽ നമുക്കൊരു 5%-ൻ്റെ കാര്യം എടുക്കാം. 5% അവിടെ ഇല്ലാത്തതുകൊണ്ടോ ഏതെങ്കിലും തരത്തിൽ പുറത്താണോ അല്ലെങ്കിൽ അസുഖമായിട്ടൊന്നും വോട്ട് ചെയ്യാൻ പറ്റാത്തവരാണ്. അപ്പോഴും 23% വോട്ട് ചെയ്യപ്പെടാതെ കിടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു അതാണ് എൻ്റെ ടാർഗറ്റ് വോട്ടേഴ്സ് എന്ന് പറയുന്നത് 23%. ആ സിസ്റ്റത്തോട് അന്ന് ഇവർക്ക് ഈ പൊളിറ്റിക്കൽ സിസ്റ്റങ്ങളോട് താല്പര്യമില്ലാതെ നിൽക്കുന്ന വലിയൊരു വിഭാഗം ആൾക്കാർ, അത് 23% ഉണ്ട്. പക്ഷേ അന്നത്തെ നമ്മൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിൻ്റെയും ഒക്കെ വോട്ട് ഷെയർ നോക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു 19-20% വോട്ടുകൾ. അതുപോലെ തന്നെ ഈ കോൺഗ്രസിൻ്റെ നോക്കുമ്പോൾ 17-18 മനസ്സിലായില്ലേ. അപ്പോൾ അതിൽ കൂടുതൽ ഈ രണ്ട് പാർട്ടികളുള്ള ഷെയറിനേക്കാളും കൂടുതൽ മാറി നിൽക്കുന്ന ഒരു വോട്ടേഴ്സ് ഉണ്ട്. അത് അവർക്ക് താല്പര്യമില്ലായ്മ കൊണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, സപ്പോസ് എൻ്റെ പ്രവർത്തനങ്ങൾ ആ ടാർഗറ്റ് വോട്ടേഴ്സിൻ്റെ കൂടെയുള്ള സമീപനത്തിലാണെങ്കിൽ, അത് എൻ്റെ പ്രവർത്തനങ്ങൾ അവർക്ക് ബോധ്യപ്പെട്ടാൽ ഒരു പക്ഷേ അവർക്ക് എൻ്റെ കൂടെ നിൽക്കാമല്ലോ. അവരുടെ സംശയങ്ങൾ എന്താണ്, അവരുടെ പ്രശ്നം എന്താണ്, അവർക്ക് താല്പര്യമില്ലായ്മ, ആ താല്പര്യമില്ലായ്മ ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു ദിശയിലൂടെ ഞാൻ എൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടുപോയാൽ നമുക്ക് ജയിക്കാൻ പറ്റില്ലെന്ന് ചോദിച്ചു. അതായത് 23% പേർ തനിക്ക് വോട്ട് ചെയ്താൽ, തൻ്റെ പാർട്ടിക്ക് വോട്ട് ചെയ്താൽ, അദ്ദേഹം ഇപ്പോൾ TVക്കിലേക്ക് വരാൻ പോവുകയാണല്ലോ, ഔദ്യോഗികമായി പ്രഖ്യാപനം അടുത്ത മാസം ഉണ്ടാകുമെന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ നൽകുന്ന സൂചന. അപ്പോൾ ഈ പറയുന്ന 23% വരുന്ന കേരളത്തിലെ വോട്ടർമാരുടെ ആ ശതമാനമാണ് ദേവനെ പ്രലോഭിപ്പിക്കുന്നത്, രാഷ്ട്രീയത്തിൽ നിലനിൽക്കാൻ പ്രലോഭിപ്പിക്കുന്നത്. ആ 23% പേർ തനിക്ക് അനുകൂലമായി വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദേവൻ ഉദ്ദേശിക്കുന്നത് പോലെ കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹം എത്തപ്പെടും. അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുമെന്ന് ഒരു ഘട്ടത്തിൽ പോലും പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രിയാകണമെന്ന ആഗ്രഹം അദ്ദേഹം ഒട്ടും ഒരു കാലഘട്ടത്തിലും പറഞ്ഞിട്ടില്ല. പക്ഷേ നമുക്ക് ഊഹിക്കാവുന്നത് എന്താണ്, ഒരു നേതാവ് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം എന്തെങ്കിലും പാർലമെന്ററി സ്ഥാനം ആഗ്രഹിക്കുമല്ലോ. അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണമല്ലോ ഒരാൾ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതും അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ചേർന്ന് പ്രവർത്തിക്കുന്നതും. ഒരു പഞ്ചായത്തെങ്കിൽ പഞ്ചായത്ത്, ആ പഞ്ചായത്ത് വാർഡ് മെമ്പർ ആവുക, അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആവുക, അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് അംഗമാകുക, ബ്ലോക്ക് പഞ്ചായത്ത് അംഗമാകുക, ഇതൊക്കെ തന്നെയാണ് എന്തെല്ലാം ആദർശം പറഞ്ഞാലും എന്തെല്ലാം പറഞ്ഞാലും രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരുടെ ആത്യന്തികമായ ലക്ഷ്യം. അവർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക, സ്ഥാനം ലഭിക്കുക എന്നതിനപ്പുറത്തേക്ക് മറ്റ് കാര്യങ്ങളൊന്നും തന്നെയില്ല. അവരുടെ ആത്യന്തികമായ ലക്ഷ്യം അധികാരമാണ്. ദേവനെ സംബന്ധിച്ചും അത് തന്നെയാണ് അദ്ദേഹം
ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് വരുന്നത്? അദ്ദേഹം പറയുന്നത് BJP-യിലായിരുന്നപ്പോൾ തനിക്ക് അങ്ങനെ ഒരു ചിന്തയെ ഉണ്ടായിരുന്നില്ലെന്നാണ്. ഒക്കെ ശരിയായിരിക്കാം. പക്ഷേ ഇപ്പോൾ തീർച്ചയായും ഇങ്ങനെ പുതിയ ഒരു പാർട്ടിയിലേക്ക് അദ്ദേഹം സംസ്ഥാന നേതൃത്വത്തിലേക്ക് ഉയർന്നു വരുമ്പോൾ അദ്ദേഹത്തിന് തീർച്ചയായും അധികാര സ്ഥാനത്തോടുള്ള ആഗ്രഹം ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് തെരഞ്ഞെടുപ്പ് മത്സരിക്കാതെ മാറി നിന്നിട്ട് ഇങ്ങനെ ഒരു പാർട്ടിയുണ്ട്, ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദേവൻ മാറി നിന്നില്ലല്ലോ. അദ്ദേഹം 2004 അദ്ദേഹം സ്വന്തമായി പാർട്ടി രൂപീകരിച്ചപ്പോഴും മത്സരിച്ചയാളാണ്. അപ്പോൾ അധികാരത്തോട് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്, അധികാര സ്ഥാനത്തോട് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ മത്സരിക്കില്ല. അപ്പോൾ TVK വരുമ്പോഴും ദേവൻ മത്സരിക്കും. അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്താണ്? ഒരുപക്ഷെ എല്ലാ പൊളിറ്റീഷ്യന്മാരും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആഗ്രഹിക്കുന്ന മുഖ്യമന്ത്രി സ്ഥാനം തന്നെയായിരിക്കും ദേവന്റെ മനസ്സിലും ഉണ്ടാവുക. അങ്ങനെ ആഗ്രഹിക്കുന്ന എന്താണ് തെറ്റ്? അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു തെറ്റുമില്ല. കാരണം ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ നേതാവ് ആ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായി വരിക എന്ന് പറയുന്നത് തെറ്റൊന്നുമല്ല. എന്താണ് തെറ്റ്? കാരണം നമ്മൾ ജീവിക്കുന്നത് ജനാധിപത്യ സമൂഹത്തിലാണ്. ദേവൻ ആ മുഖ്യമന്ത്രിയാകുമെന്ന് പറഞ്ഞിട്ടില്ല, ഒരിടത്തും പറഞ്ഞിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ആത്യന്തികമായിട്ടുള്ള ആഗ്രഹം അതായിരിക്കാം എന്ന് നമുക്ക് കണക്ക് കൂട്ടുക മാത്രമേ ഇവിടെ ചെയ്യുന്നുള്ളൂ. അദ്ദേഹം അങ്ങനെ ഒരു ഘട്ടത്തിലും ഞാൻ MLA ആകുമെന്നോ അല്ലെങ്കിൽ MP ആകുമെന്നോ എനിക്ക് ആ സ്ഥാനം വേണമെന്നോ അല്ലെങ്കിൽ എനിക്ക് മന്ത്രിസ്ഥാനം വേണമെന്നോ ഒന്നും തന്നെ അദ്ദേഹം പറഞ്ഞിട്ടില്ല. പക്ഷേ നമുക്ക് ഊഹിക്കാവുന്നത് ഒരു പാർട്ടി രൂപീകരിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ തീർച്ചയായും ആ മത്സരം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സ്ഥാനത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ TVK-യിൽ ചേർന്നുകൊണ്ട് ദേവൻ കേരളത്തിലേക്ക് TVK-യെ ലോഞ്ച് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള കണക്കുകൂട്ടൽ എന്താണ്? അദ്ദേഹം നേരത്തെ പറഞ്ഞ ഈ 23% വരുന്ന പോൾ ചെയ്യപ്പെടാത്ത വോട്ടർമാരാണ്. ആ 23% തനിക്ക് ഒപ്പം നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായും TVK എന്ന് പറയുന്നത് കേരളത്തിലെ വലിയ പാർട്ടിയായി മാറും. വിജയ് എങ്ങനെയാണോ തമിഴ്നാട്ടിൽ മുന്നേറ്റം ഉണ്ടാക്കിയത്, അതേ മുന്നേറ്റം തന്നെ തനിക്ക് ഈ 23% പേർ, ഇപ്പോൾ വോട്ട് ചെയ്യാത്ത ഈ 23% പേരുടെ പിന്തുണയുണ്ടെങ്കിൽ തീർച്ചയായും തൻ്റെ ലക്ഷ്യം നിറവേറുമെന്നാണ് ദേവന്റെ ആത്യന്തികമായ കണക്കുകൂട്ടൽ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.